മറ്റു രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് എന്തെങ്കിലും ദുഷ്കരമായ സാഹചര്യം വന്നാൽ അവരെ ചേർത്ത് പിടിക്കുന്ന കാര്യത്തിൽ യാതൊരു മടിയും കാണിക്കാത്ത നേതാവാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പല സന്ദർഭങ്ങളിലെയും അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ അത് ശരിവെക്കുന്ന രീതിയിലുള്ളതാണ്. അത്തരത്തിലൊരു സംഭവത്തിന് ഉദാഹരണമാണ് അഫ്ഗാനിസ്ഥാനിലുണ്ടായ ഭൂകമ്പം മൂലമുണ്ടായ ജീവഹാനിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഗാധമായ ദുഃഖം രേഖപ്പെടുത്തിയത്. ദുരിതബാധിതർക്ക് സാധ്യമായ എല്ലാ മാനുഷിക സഹായങ്ങളും ആശ്വാസവും നൽകാൻ ഇന്ത്യ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. അഫ്ഗാനിസ്ഥാന്റെ കിഴക്കൻ മേഖലയിലുണ്ടായ ഭൂകമ്പത്തിൽ കുറഞ്ഞത് 800 പേർ കൊല്ലപ്പെടുകയും 2500-ലധികം പേർക്ക് പരിക്കേൽക്കുകയും നിരവധി ഗ്രാമങ്ങൾ നശിപ്പിക്കുകയും ചെയ്തതായി താലിബാൻ സർക്കാരിന്റെ വക്താവ് വ്യക്തമാക്കി. 2025 ഓഗസ്റ്റ് 31 ഞായറാഴ്ച വൈകിയുണ്ടായ 6.0 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം അയൽരാജ്യമായ നംഗഹാർ പ്രവിശ്യയിലെ ജലാലാബാദ് നഗരത്തിനടുത്തുള്ള കുനാർ പ്രവിശ്യയിലെ നിരവധി പട്ടണങ്ങളെ ബാധിച്ചു. അഫ്ഗാനിസ്ഥാനിലെ ഭൂകമ്പത്തിൽ ജീവൻ നഷ്ടപ്പെട്ടതിൽ അഗാധമായ ദുഃഖമുണ്ട്. ഈ ദുഷ്കരമായ സമയത്ത് ദുഃഖിതരായ കുടുംബങ്ങൾക്കൊപ്പമാണ് ഞങ്ങളുടെ ചിന്തകളും പ്രാർത്ഥനകളും. പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ദുരിതബാധിതർക്ക് സാധ്യമായ എല്ലാ മാനുഷിക സഹായങ്ങളും ആശ്വാസവും നൽകാൻ ഇന്ത്യ തയ്യാറാണെന്ന് മോദി എക്സിൽ പറഞ്ഞു. മാത്രമല്ല, അഫ്ഗാൻ ജനതയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച ജയശങ്കർ ഈ അത്യാവശ്യ ഘട്ടത്തിൽ ഇന്ത്യ സഹായം നൽകുമെന്നും പറഞ്ഞു. അഫ്ഗാനിസ്ഥാനിലെ കുനാർ പ്രവിശ്യയിലുണ്ടായ വിനാശകരമായ ഭൂകമ്പം വളരെയധികം ആശങ്കാജനകമാണ്. അഫ്ഗാൻ ജനത അതിനോട് പ്രതികരിക്കുമ്പോൾ അവർക്ക് ഞങ്ങളുടെ പിന്തുണയും ഐക്യദാർഢ്യവും പ്രകടിപ്പിക്കുന്നുവെന്നും അദ്ദേഹം എക്സിൽ പറഞ്ഞു. അഫ്ഗാനിസ്ഥാനിലെ ഒരു വിദൂര പർവ്വത പ്രദേശത്തുണ്ടായ ശക്തമായ ഭൂകമ്പത്തിലും നിരവധി തുടർ ചലനങ്ങളിലും വീടുകൾ തകരുകയും 800-ലധികം പേർ കൊല്ലപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് തിങ്കളാഴ്ച അഫ്ഗാനിസ്ഥാൻ വൻ രക്ഷാപ്രവർത്തനം നടന്നതായി താലിബാൻ അധികൃതർ അറിയിച്ചു. അർദ്ധരാത്രിക്ക് തൊട്ടു മുൻപുണ്ടായ ഭൂകമ്പത്തിൽ കാബൂൾ മുതൽ അയൽ രാജ്യമായ പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദ് വരെയുള്ള കെട്ടിടങ്ങൾ കുലുങ്ങി. US ജിയോളജിക്കൽ സർവേ പ്രകാരം 1.2 ദശലക്ഷത്തിലധികം ആളുകൾക്ക് ശക്തമായതോ വളരെ ശക്തമായതോ ആയ ഭൂചലനം അനുഭവപ്പെട്ടിരിക്കാം. കിഴക്കൻ അഫ്ഗാനിസ്ഥാനിലെ പ്രഭവ കേന്ദ്രത്തിന് സമീപം വിദൂര കുനാർ പ്രവിശ്യയിൽ മാത്രം ഏകദേശം 800 പേർ കൊല്ലപ്പെടുകയും 2500-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി മുഖ്യ താലിബാൻ സർക്കാർ വക്താവ് സബിഹുള്ള മുജാഹിദ് പറഞ്ഞു. അയൽരാജ്യമായ നങ്കർഹാൻ പ്രവിശ്യയിൽ 12 പേർ കൊല്ലപ്പെടുകയും 255 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. നിരവധി വീടുകൾ നശിപ്പിക്കപ്പെട്ടു. ആഭ്യന്തര മന്ത്രാലയ വക്താവ് അബ്ദുൾ മദീൻ ഖാനി AFPയോട് പറഞ്ഞു. ഭൂരിഭാഗം അഫ്ഗാനികളും താമസിക്കുന്നത് ഇടിഞ്ഞു വീഴാൻ സാധ്യതയുള്ള മണ്ണ് ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ച താഴ്ന്ന കെട്ടിടങ്ങളിലാണ്. കുനാർ പ്രവിശ്യകളിലെ ഏറ്റവും ഗുരുതരമായി ബാധിക്കപ്പെട്ട ചില ഗ്രാമങ്ങൾ റോഡ് തടസ്സങ്ങൾ കാരണം എത്തിപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലാണെന്ന് UN മൈഗ്രേഷൻ ഏജൻസി AFPക്ക് നൽകിയ പ്രസ്താവനയിൽ മുന്നറിയിപ്പ് നൽകി. താലിബാൻ അധികൃതരും ഐക്യരാഷ്ട്രസഭയും ദുരിതബാധിത പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇതുവരെ 40 വിമാന സർവീസുകൾ നടത്തിയതായി പ്രതിരോധ മന്ത്രാലയവും അറിയിച്ചു. അതേസമയം കുറച്ചുനാൾ മുൻപ് വിദേശകാര്യമന്ത്രി S ജയശങ്കർ ആക്ടിംഗ് അഫ്ഗാൻ വിദേശകാര്യമന്ത്രി മൗലവി അമീർ ഖാൻ മുത്തഖിയുമായി ടെലിഫോണിൽ സംസാരിച്ചതിന് ഒരു ദിവസത്തിന് ശേഷം ഇന്ത്യ അഫ്ഗാനിസ്ഥാനിൽ ധീരമായ നീക്കങ്ങൾ നടത്തുമെന്നും താലിബാൻ ഭരിക്കുന്ന സംസ്ഥാനവുമായി ശക്തമായ ബന്ധം സ്ഥാപിക്കുന്നതിന് സമീപഭാവിയിൽ ആവശ്യമായതെല്ലാം ചെയ്യുമെന്നും ന്യൂഡൽഹിയിലെ ഉദ്യോഗസ്ഥർ ഉറപ്പിച്ചു പറഞ്ഞു. ആ പ്രക്രിയയുടെ ഭാഗമായി പാകിസ്ഥാൻ നിർബന്ധിതമായി തിരിച്ചയച്ച അഫ്ഗാൻ അഭയാർത്ഥികൾക്ക് മാനുഷിക സഹായം നൽകാനുള്ള സാധ്യത സൗത്ത് ബ്ലോക്ക് പരിഗണിക്കുമെന്നും അറിയിച്ചിരുന്നു. 2021 ഓഗസ്റ്റ് മുതൽ താലിബാൻ ഭരണത്തിന് കീഴിലുള്ള അഫ്ഗാനിസ്ഥാന് ഇന്ത്യ നേരിട്ടുള്ള മാനുഷിക പിന്തുണ നൽകുമെന്ന് മെയ് 15, 2025 ശ്രീ മുത്തഖിയുമായുള്ള സംഭാഷണത്തിൽ ശ്രീ ജയശങ്കർ സൂചിപ്പിച്ചിരുന്നു. താലിബാൻ ഭരണകൂടത്തിന്റെ ചില ആവശ്യങ്ങൾ ഇന്ത്യയിൽ പരിഗണനയിലാണെന്നും 2025 ജനുവരി 8 ദുബായിൽ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ ശ്രീ മുത്തഖി അഫ്ഗാനിസ്ഥാന്റെ ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നുവെന്നും വൃത്തങ്ങൾ അറിയിച്ചു. ഈ വർഷം ആദ്യം പാകിസ്ഥാൻ സർക്കാർ നിയമവിരുദ്ധ വിദേശികളെ തിരിച്ചയക്കൽ പദ്ധതി പ്രകാരം പാകിസ്ഥാനിലെ വിവിധ സ്ഥലങ്ങളിൽ താമസിച്ചിരുന്ന 80,000 അഫ്ഗാനികളെ തിരിച്ചയച്ചു. ഈ പ്രക്രിയ തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിയമവിരുദ്ധരായ വിദേശികൾക്ക് രാജ്യത്തിന്റെ ഒരു ഭാഗത്തും വീടുകളോ കടകളോ വാടകയ്ക്ക് നൽകരുതെന്നും പാകിസ്ഥാൻ എല്ലാ പ്രവിശ്യകളോടും നിർദ്ദേശിച്ചിരുന്നതിനാൽ പതിറ്റാണ്ടുകളായി പാകിസ്ഥാനിൽ താമസിക്കുന്ന അഫ്ഗാനികളെ പുറത്താക്കുന്നത് കാബൂളിനും ഇസ്ലാമാബാദിനും ഇടയിൽ ഒരു പ്രധാന പ്രശ്നമായി ഉയർന്നു വന്നിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.